ഇനി അടുത്തത് മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ. അതായത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, അതായത് ഒരു സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. അതിന്റെ ഒരു ബേസിസ് നമുക്കറിയാം, അതായത് ഒരു സൊല്യൂഷൻ, ഒരു ബേസിസിലെ ഒരു സൊല്യൂഷൻ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ബാക്കി അടുത്ത സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഉള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അതിന്റെ ഒരു സൊല്യൂഷൻ ആണ്, ജനറൽ സൊല്യൂഷൻ ആണ് എന്ത്, y ഈക്വൽ ടു c1y1 പ്ലസ് c2y2. ഇതിൽ y1 ആണ് അറിയുന്ന സൊല്യൂഷൻ. ലെറ്റ് y1 ബി ദ നോൺ സൊല്യൂഷൻ. y1 ആണ് നമുക്ക് അറിയുന്ന സൊല്യൂഷൻ ഉള്ളത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, y2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ y2 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, y2 ഈക്വൽ ടു uy1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y2 ഈക്വൽ ടു അത് സെറ്റ് ചെയ്ത് വെക്കുക, y2 ഈക്വൽ ടു u ഇൻറ്റു y1. അപ്പൊ ഇതിൽ എന്താണ്, y1 അറിയുന്നതാണ്, ഇനി u എന്താണ് എന്നുള്ളതാണ് നമുക്ക് അറിയാത്തത്. അപ്പൊ ഈ u എന്നുള്ളത് എന്താണ്, u ഈക്വൽ ടു ഇന്റഗ്രൽ ക്യാപിറ്റൽ U dx ആണ്. ക്യാപിറ്റൽ U എന്താണ്, e റേസ് ടു മൈനസ് ഇന്റഗ്രൽ p dx ബൈ y1 സ്ക്വയർ. ഇതെങ്ങനെ കിട്ടി? നേരത്തെ നമ്മൾ ചെയ്ത മെത്തേഡ് വെച്ചിട്ട് വല്ലതും നിങ്ങൾക്ക് ആലോചിച്ചിട്ട് വരുന്നുണ്ടോ? y1 എന്നുള്ള ഒരു സൊല്യൂഷൻ നമുക്കറിയാം, y2 ഈക്വൽ ടു എന്താണ്, uy1 എന്നാണ്. അപ്പൊ ഇത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ y എന്നുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്താ, c1y1 പ്ലസ് c2 ഇൻറ്റു y2 പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, uy1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ അത് y ആണല്ലോ, അതിന് എന്ത് കാണുക, y ഡാഷ് കാണുക, y ഡബിൾ ഡാഷ് കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ y-യും y ഡാഷും y ഡബിൾ ഡാഷും ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മളെ കോൺസ്റ്റന്റ് ഒക്കെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ y1 ഒരു സൊല്യൂഷൻ ആണ് എന്ന് നമുക്കറിയാം. അപ്പൊ ആ y1 ഉള്ള ഒരു സൊല്യൂഷന്റെ y1 ഡബിൾ ഡാഷ് പ്ലസ് p ഓഫ് എക്സ് ഇൻറ്റു y1 ഡാഷ് പ്ലസ് q ഓഫ് എക്സ് ഇൻറ്റു y1 എന്ന് പറയുന്ന ഒരു ടേം എന്തായി പോകും, 0 ആയി പോകും. ബാക്കിയുള്ള ടേംസ് നിങ്ങൾ എടുത്ത് എഴുതുമ്പോൾ അത് എന്തിലുണ്ടാവും, അതിൽ u ഉണ്ടാവും. u ഉള്ള ടേം 0 ആയിട്ട് പോകും. അതിൽ u ഉള്ളത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. u ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് എന്താണ്, y1 എന്നുള്ള ഈ ഒരു സാധനം വരും, അതായത് y1 ഡബിൾ ഡാഷ് പ്ലസ് എക്സെട്ര. അപ്പൊ ആ u ഉള്ള ടേം ആണ് പോകും. എന്നിട്ട് ബാക്കി ഉണ്ടാവുക നിങ്ങൾക്ക് u ഡബിൾ ഡാഷ് ഉണ്ടാവും, അതുപോലെ u ഡാഷ് ഉണ്ടാവും. ഈ രണ്ട് എന്നാണ് ബാക്കി ഉണ്ടാവുക. അപ്പൊ അതിനെന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഫോം ആക്കാൻ വേണ്ടിയിട്ട് അതിനൊരു y1 കൊണ്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ നേരത്തെ പഠിച്ച വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് ആക്കിയിട്ട് അതിന്റെ സൊല്യൂഷൻ കാണുക. അപ്പൊ ആ വേരിയബിൾ സെപ്പറബിൾ ഫോമിലാക്കുന്നതിന് മുമ്പ് ഇതിൽ u ഡാഷും u ഡബിൾ ഡാഷും ആണുള്ളത്. അപ്പൊ അതെന്ത് റീപ്ലേസ് ചെയ്യുക, u ഡബിൾ ഡാഷിന് u ഡാഷ് ഈക്വൽ ടു u എന്നും, അല്ലെങ്കിൽ ഒരു v എന്നും, u ഡാഷ് ഈക്വൽ ടു v എന്നും u ഡബിൾ ഡാഷ് ഈക്വൽ ടു സം v ഡാഷ് എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് അത് അപ്പൊ രണ്ട് വേരിയബിൾ ആയിട്ട് മാറും. ആ വേരിയബിൾ സെപ്പറബിളിലേക്ക് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്ത സൊല്യൂഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, y2 ഈക്വൽ ടു u ഇൻറ്റു y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ u എന്നുള്ളത് ഇന്റഗ്രൽ u dx ആണ്, ക്യാപിറ്റൽ U. ക്യാപിറ്റൽ U എന്താണ്, e റേസ് ടു മൈനസ് p dx ബൈ y1 സ്ക്വയർ എന്നുള്ളതാണ്. ഇതാണ് മെത്തേഡ്. അപ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ട്, സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. അതിന്റെ ഒരു സൊല്യൂഷൻ അറിയാം, അതായത് ബേസിസിലെ ഒരു എലമെന്റിനെ അറിയാം. അടുത്ത എലമെന്റ് എങ്ങനെ കണ്ടുപിടിക്കും, ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ, എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് മൈനസ് എക്സ് വൈ പ്ലസ് വൈ ഈക്വൽ ടു 0. y1 ഈക്വൽ ടു എക്സ് ഒരു സൊല്യൂഷൻ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ y1 ഡാഷ് എന്ത് കിട്ടും, 1 ആണ്, y1 ഡബിൾ ഡാഷ് 0 ആണ്. അപ്പൊ നമുക്ക് വെരിഫൈ ചെയ്യാം, ഈ ഒരു y1 ഉം y ഡാഷും y ഡബിൾ ഡാഷും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാം. അത് 0 കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഇത് തന്നെയാണ് y1 ഈക്വൽ ടു എക്സ് എന്നുള്ളത് ഒരു സൊല്യൂഷൻ തന്നെയാണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, അതിന്റെ അടുത്ത സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അടുത്ത സൊല്യൂഷൻ കാണണമെങ്കിൽ എന്ത് വേണം നമുക്ക്, ഇവിടെ u ഈക്വൽ ടു എന്താണ്, ഇന്റഗ്രൽ p dx ആണ്. ഈ p എന്ന് പറയുന്നത് എന്താണ്, y ഡബിൾ ഡാഷ് പ്ലസ് p ഓഫ് എക്സ് ഇൻറ്റു y ഡാഷ്, ഈ y ഡാഷിന്റെ കോഎഫിഷ്യന്റ് ആണ്. അപ്പൊ ഈ y ഡാഷിന്റെ കോഎഫിഷ്യന്റ് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് എടുത്ത് എഴുതാൻ പറ്റുമോ? ഇവിടെ എങ്ങനെയാ ഫോം, ജനറൽ ഫോമുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. എന്താ ജനറൽ ഫോം വരുന്നത്, ഇങ്ങനെയാണോ വരിക? ജനറൽ ഫോമിൽ y ഡബിൾ ഡാഷിന്റെ കോഎഫിഷ്യന്റ് എന്താണ്, 1 ആണ്. ഇവിടെ പക്ഷേ y ഡബിൾ ഡാഷിന്റെ കോഎഫിഷ്യന്റ് എന്താണ്, x സ്ക്വയർ ആണ്. അപ്പൊ ഇവിടുത്തെ ഈ x ഈക്വൽ ടു p ഈ മൈനസ് എക്സ് തന്നെയാണ് p എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ തെറ്റും. അപ്പൊ എന്ത് വേണം, ആദ്യം ഇതിന്റെ ജനറൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എന്ത് വരും, നമ്മൾ x സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ x സ്ക്വയർ y ഡബിൾ ഡാഷ് മൈനസ് 2 മൈനസ് എക്സ് വൈ പ്ലസ് വൈ ഈക്വൽ ടു 0 എന്ത് ചെയ്യാം, നമുക്ക് x സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും, y ഡബിൾ ഡാഷ് മൈനസ് ഇവിടെ ഓൾറെഡി ഒരു x ഉണ്ട്, അപ്പൊ 1 ബൈ എക്സ് വൈ ഡാഷ് പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടും, p ഈക്വൽ ടു മൈനസ് 1 ബൈ എക്സ് ആണെന്ന് കിട്ടും, കാരണം ഇത് ജനറൽ
ഫോമാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ഒരു സാധനമാണ് യു, അതായത് ഇന്റഗ്രൽ മൈനസ് ഇ റൈസ് ടു മൈനസ് ഇന്റഗ്രൽ പി ഡി എക്സ്. അപ്പോൾ ഈ ഇന്റഗ്രൽ പി ഡി എക്സ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പി ഈക്വൽ ടു മൈനസ് വൺ ബൈ എക്സ് ആണ്. അപ്പോൾ മൈനസ് ഇന്റഗ്രൽ പി ഡി എക്സ് എന്ത് വരും? മൈനസ് ഓഫ് ഇന്റഗ്രൽ മൈനസ് വൺ ബൈ എക്സ് ഡി എക്സ് എന്ന് വരും. അതായത് ഇന്റഗ്രൽ വൺ ബൈ എക്സ് ഡി എക്സ് അതെന്താണ്? എൽ എൻ എക്സ് ആണ്. അപ്പോൾ യു എന്ന് നമുക്ക് എങ്ങനെ കിട്ടും? ഇ റൈസ് ടു എൽ എൻ എക്സ് ബൈ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇ റൈസ് ടു എൽ എൻ എക്സ് എന്താ വരിക? ഒന്ന് എക്സ്പോണൻഷ്യൽ ആണ്, ഒന്ന് ലോഗരിതാണ്. ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ എക്സ് ബൈ എക്സ് സ്ക്വയർ, അതായത് വൺ ബൈ എക്സ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ യു ഈക്വൽ ടു എന്താണ്? വൺ ബൈ എക്സ് ആണ്. അപ്പോൾ സ്മോൾ യു എങ്ങനെ കണ്ടുപിടിക്കും? ഇന്റഗ്രൽ ക്യാപിറ്റൽ യു ഡി എക്സ് എന്നാണ് സ്മോൾ യു ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നേരത്തെ. ഇത് നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ. അതിന്റെ വഴി ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ വഴി വെച്ചിട്ട് നിങ്ങളിത് ചെയ്തു നോക്കണം. അപ്പൊ സ്മോൾ യു ഈക്വൽ ടു എന്ത്? ഇന്റഗ്രൽ ക്യാപിറ്റൽ യു ഡി എക്സ് ആണ്. അതായത് ഇന്റഗ്രൽ വൺ ബൈ എക്സ് ഡി എക്സ് കിട്ടും. അതായത് എൽ എൻ എക്സ് ആണ്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്തായി? ഒന്ന് വൈ ടു ഈക്വൽ ടു യു ഇൻറ്റു വൈ വൺ എന്നുള്ളതാണ് നമ്മുടെ സൊല്യൂഷൻ. അതാണല്ലോ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ. വൈ ടു ഈക്വൽ ടു യു വൈ വൺ. അതിൽ യു ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്താണ് വരിക? വൈ ടു ഈക്വൽ ടു യു വൈ വൺ, അതായത് എൽ എൻ എക്സ് ഇൻറ്റു എക്സ് എന്നുള്ളതാണ് നമ്മളുടെ സൊല്യൂഷൻ വരിക. അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യുകയും ചെയ്യാം. ഇതൊരു സൊല്യൂഷൻ ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ വെരിഫൈ ചെയ്യുക. അതായത് ഈ ഒരു എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇതാണ് നമ്മുടെ വൈ ടു. അപ്പോൾ വൈ ടു കാണാം, വൈ ടു ഡാഷ് കാണാം, വൈ ടു ഡബിൾ ഡാഷ് കാണാം. അത് ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കുക. അപ്പോൾ എന്താണ്? വൈ ഈക്വൽ ടു എക്സും വൈ ടു ഈക്വൽ ടു വൈ വൺ ഈക്വൽ ടു എക്സും വൈ ടു ഈക്വൽ ടു എക്സ് ഇൻറ്റു എൽ എൻ എക്സ് ആണ് കേട്ടോ. ആണ് നമ്മുടെ ബേസിസ് എന്ന് കിട്ടും. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രണ്ട് ഫങ്ഷൻസ്. ഇനി അതിന്റെ കൂടാതെ ഈ ഒരു ഹോംവർക്കുകൾ നിങ്ങൾ ചെയ്തു നോക്കുക. ഈ എക്സാമ്പിൾ 7 എന്നുള്ളത് എന്താണെന്നറിയോ? നമ്മൾ നേരത്തെ പറഞ്ഞ അതാണ്. ഏതാണ്? മെത്തേഡ് ഓഫ് റിഡക്ഷൻ. അതായത് ഈ ഒരു മെത്തേഡ് ഇതാണ് എക്സാമ്പിൾ 7 ആയിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഫൈൻഡ് ദ ബേസിസ് കാണാന്നുള്ള ഈ ഒരു മെത്തേഡാണത്. ആ ഒരു മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യുക? മെത്തേഡ് ഓഫ് റിഡക്ഷൻ വെച്ചിട്ട് ഇതിനെ ഒരു എന്ത് ചെയ്യുക? പ്രോബ്ലം 1 and 2 റെഡ്യൂസ് ടു ഫസ്റ്റ് ഓർഡർ ആൻഡ് സോൾവ് സ്റ്റെപ്പ് ഓഫ് യുവർ എക്സെട്ര എക്സെട്ര എക്സെട്ര. അപ്പൊ ഈ സാധനങ്ങൾ എന്ത് ചെയ്യുക? ഇതിൽ ചിലതിന് എന്ത് ചെയ്യാം? കുറച്ച് ബുദ്ധിമുട്ടുള്ളതിന്റെ ഒക്കെ ഇനീഷ്യൽ ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ഇതിന്റെ വൈ വൺ ഈക്വൽ ടു എക്സ് ക്യൂബ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ വൈ വൺ ഈക്വൽ ടു എക്സ് റേസ് ടു 1/2 കോസ് എക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ വൈ വൺ ഈക്വൽ ടു എക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ വൈ വൺ ഈക്വൽ ടു സൈൻ എക്സ് ഹോൾ ഡിവൈഡ് ബൈ എക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. ബാക്കിയുള്ളതിന്റെ ഒക്കെ ഇത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അതിന്റെ സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം? ചെയ്യാം. ഈ 1 and 2 നിങ്ങൾ ചെയ്യണ്ട കേട്ടോ. ഈ ബാക്കി 3 മുതൽ 12 വരെയുള്ളത് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസും ചെയ്യാം. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇനീഷ്യൽ കണ്ടീഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ കാണുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാനുള്ളതാണ്.